Hi dears, it's me Amaluz. Welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള 3 ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേപ്പർ ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതുപോലെ ഒരു ബൊക്കെ മോഡൽ ഗിഫ്റ്റ് ആണ് ടീച്ചറിന് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 സ്ക്വയർ പീസ് പേപ്പർ ഇതുപോലെ എടുത്തിട്ട് ഇതേപോലെ കോൺ പോലെ മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഞാൻ ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്യാവുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 പേപ്പറുകളും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു നീല കവറല്ലാത്ത നമ്മൾ ഈ ഒരു ചന്ദന കളറുള്ള പേപ്പർ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. നമുക്ക് അതിൻ്റെ ടോപ്പ് വേർഷൻ കുറച്ച് റൗണ്ടായിട്ട് കിട്ടണം. അതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിന് ഉള്ളിൽ വെക്കുന്ന പേപ്പറാണ്. നമ്മൾ മറ്റേതാണ് നമ്മുടെ നീലയാണ് കവറായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഇതിനകത്തേക്കാണ് നമുക്ക് ആവശ്യമുള്ള കോഡ്സൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യേണ്ടത് ഇതിനകത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഒരു പൂ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്ക്വയർ പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ മടക്കി ത്രികോണം പോലെ ആക്കി മടക്കിയതിന് ശേഷം നമ്മൾ വരച്ചു കൊടുത്ത് അതിൻ്റെ ഒരു പെറ്റൽ വരച്ചു കൊടുത്ത് പിന്നെ അത് പൂവായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ പേപ്പർ ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 3-4 എണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതൊരു ഫ്ലവർ ആക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് ഒട്ടിച്ച് ഫ്ലവറാക്കി എടുക്കാം. സെൻറ്ററിൽ ഞാനൊരു തെർമോക്കോൾ ബോൾ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതുപോലെ കുറച്ച് ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പൂക്കളും ലീവ്സും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടീച്ചറിനൊരു പേനയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പേന ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു പേന, പുതിയൊരു പേനയൊക്കെ വാങ്ങിയിട്ട് ചെയ്യുക. ഞാനിപ്പോൾ പഴയ കയ്യിലുണ്ടായിരുന്നൊരു പേനയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു റിബൺ ഒന്ന് മടക്കി അതുകൂടെ ഒട്ടിച്ച് കൊടുക്കുക. അതിൽ ഞാനൊരു തെർമോക്കോൾ ബോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സ് ആണെങ്കിലും ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൂടെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് കോഡ്സൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 കോഡ്സ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ലവ് യു ടീച്ചറിന് എഴുതിയിട്ടുണ്ട്, ദ ബെസ്റ്റ് ടീച്ചറിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതാം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ പേര് എഴുതാം. അങ്ങനെ എഴുതി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ പുറത്ത് പേനയും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ബാക്ക് കവർ വരുന്ന നീല കവറിലാണ് ചെയ്യണം കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടം പോലെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണോ ഭംഗിയായിട്ട് തോന്നുന്നത് അതുപോലെ നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കവർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പോയി കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഞാനൊരു ഹാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിൽ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊന്ന് എഴുതിയും കൂടെ എടുത്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ. അത് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മറ്റേ ആ ഒരു പേപ്പർ കവർ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടീച്ചറിന് ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാമേ. നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ ലോലിപോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ചെറിയ പൂവൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഒരു വലിയ പൂവിൻ്റെ ഒരു പെറ്റലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ സാധാരണ പൂക്കൾ ഉണ്ടാക്കില്ലേ, ഇപ്പം നമ്മൾ മുൻപേ കണ്ടതുപോലെ തന്നെയാണ്, സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പെറ്റൽ വരച്ചു കൊടുക്കുക, അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വിരിഞ്ഞ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കിട്ടും.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിൽ നമ്മൾ ഇതേപോലെ ഒരു ഹാർട്ട്, നമ്മൾ എങ്ങനെയാണോ ഹാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതേപോലെ ഓപ്പൺ ചെയ്യുന്ന പോലെ നമ്മളൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഞാൻ 2-3 കോഡ്സൊക്കെ എഴുതി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ടീച്ചറിന് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിന് നമ്മൾക്ക് തന്നെ നമ്മൾ കാശൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടമാകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ലോലിപോപ്പ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ലോലിപോപ്പിൻ്റെ കമ്പിന് വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടി കട്ട് ചെയ്ത് അതൊന്ന് ചുരുട്ടിയെടുത്ത് അതുകൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചുരുട്ടിയെടുത്ത് ഇതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളതും ഫിക്സ് ചെയ്ത് ഒരു റിബണോട് ഇതിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു ടീച്ചറിന് കൊടുക്കാൻ ഒരു ലോലിപോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമായിട്ടില്ലേ? ഇനി നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യാൻ പോണത് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ സ്ക്വയർ പേപ്പർ എടുക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇതേപോലെ ഈ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കി ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ബോക്സ് റെഡിയായി. നമ്മൾ എടുത്തത് സ്ക്വയർ പീസ് പേപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ എടുക്കുന്ന ബോക്സിനേക്കാളും ആ ഒരു കവർ പേപ്പറിനേക്കാളും 1 സെൻറ്റിമീറ്റർ കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ബോക്സ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന ഹാർട്ടിൽ എഴുതി അത് ഇതിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കൂടാതെ കുറച്ച് മുട്ടായി കൂടി ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഗിഫ്റ്റ് ബോക്സൊക്കെ കൊടുക്കുമ്പോൾ കാണുമല്ലോ ഇങ്ങനെ പുറത്തൊരു റിബണൊക്കെ പോലെ, അതും നമുക്ക് പേപ്പർ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ചെറിയ പേപ്പറുകൾ കട്ട് ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ മേളിൽ നമ്മളൊരു ഫ്ലവർ പോലെയൊക്കെ ആക്കി ഒരു മുത്തൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തെടുത്തത് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.